പ്രിയ ശ്രോതാക്കളെ, വോയിസ് ഓഫ് ഖത്തറിൽ ഇനി അക്ഷരലോകത്തെ ഏതാനും വിശേഷങ്ങൾ പങ്കുവയ്ക്കുകയാണ്. അക്ഷര വെളിച്ചം നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് ദോഹയിലെ ഷീല ടോമി. പ്രിയപ്പെട്ടവരെ, നമസ്കാരം. അക്ഷര വെളിച്ചത്തിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് പ്രിയമുള്ളവർക്ക് സ്വാഗതം. സാധാരണക്കാരനായ ഒരു പ്രവാസിയുടെ, നമ്മളിൽ ഒരാളുടെ രചനകളാണ് ഇന്ന് അക്ഷര വെളിച്ചത്തിൽ. ദോഹയിൽ ജോലി ചെയ്യുന്ന അബ്ബാസ് OM. ഫേസ്ബുക്ക് സൗഹൃദങ്ങൾക്ക് സുപരിചിതനാണ് അബ്ബാസ്. ഫേസ്ബുക്കിൽ 10,000-ഓളം ഫോളോവേഴ്സ് ഉണ്ട് അബ്ബാസിന്. അബ്ബാസിന്റെ ഓരോ രചനയ്ക്കും 1000-ൽ പരം ലൈക്കുകളാണ് ലഭിക്കുന്നത്. ജാടകളോ നാട്യങ്ങളോ ഇല്ലാതെ ലളിതമായ ഭാഷയിൽ ഹൃദയത്തോട് സംവദിക്കുന്ന അബ്ബാസിന്റെ ചില രചനകളിലൂടെ നമുക്കിന്ന് യാത്ര ചെയ്യാം. അബ്ബാസിനെ കുറിച്ച് അബ്ബാസ് തന്നെ പറയുന്നത് ഇങ്ങനെയാണ്: പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് കാഞ്ഞിരപ്പുഴയാണ് എന്റെ സ്വദേശം. ഇവിടെ 14 വർഷമായി ഖത്തർ പൈപ്പ് ലൈൻ എന്ന കമ്പനിയിൽ ജോലി ചെയ്യുന്നു. ഫേസ്ബുക്കിൽ എഴുതുന്നത് സാധാരണയായി ജീവിതത്തിൽ നടക്കുന്ന സംഭവങ്ങളാണ്. സത്യത്തിൽ അത് എഴുതുകയല്ല, കൂട്ടുകാരോട് പറയാൻ ശ്രമിക്കുകയാണ്. 33-ൽ എത്തി നിൽക്കുന്നു എന്റെ ജീവിതയാത്ര. 1980-ൽ ഉപ്പയുടെയും ഉമ്മയുടെയും ആദ്യത്തെ കൺമണിയായി ഞാൻ പിറന്നു. മലയോര മേഖലയിലെ സ്വാഭാവികമായ പട്ടിണി നാരങ്ങാ മിഠായിയുടെ മധുരത്തിനേക്കാളും മുളകും വെളിച്ചെണ്ണയും ഉപ്പും കൂട്ടി ചാലിച്ചെടുത്ത ചമ്മന്തിയുടെ എരിവ് ഓർമ്മയിൽ തങ്ങി നിൽക്കുന്ന തികച്ചും സാധാരണമായ കുട്ടിക്കാലം. അമ്മാവന്മാർക്ക് പെങ്ങളുടെ കുട്ടിയെ അവരുടെ കൂടെ നിർത്തി പഠിപ്പിക്കാൻ ആഗ്രഹം. ഉമ്മാക്ക് മകനെ പിരിഞ്ഞിരിക്കുന്ന വിഷമത്തിനേക്കാളും വലുതായിരുന്നു മകന്റെ ഭാവി. 1990 മെയ് അവസാനത്തിൽ അമ്മാവന്റെ കൂടെ കാഞ്ഞിരപ്പുഴ ബസ് സ്റ്റോപ്പിൽ നിന്നും കൊണ്ടോട്ടിയിലേക്ക് ബസ് കയറുമ്പോൾ എനിക്കറിയില്ലായിരുന്നു ഉമ്മ എന്തിനാ ഇങ്ങനെ ആ ബസ് സ്റ്റോപ്പിലിരുന്ന് കരയുന്നതെന്ന്. 2.5 മാസത്തിനു ശേഷം ഓഗസ്റ്റ് മാസത്തിലെ ആ നശിച്ച പ്രഭാതത്തിൽ ഉപ്പാന്റെ അനിയനും ഒരു കാഞ്ഞിരപ്പുഴക്കാരനും കൊണ്ടോട്ടിയിലെ ഉമ്മ വീട്ടിലേക്ക് വരുന്നത് മദ്രസയിലേക്ക് പോകാൻ ഇറങ്ങുന്ന ഞാൻ കണ്ടു. എന്തോ ദുരന്ത വാർത്തയാണ് ആ വരുന്നതെന്ന് മനസ്സിലാക്കാൻ 10 വയസ്സുകാരന്റെ ബുദ്ധി മതിയായിരുന്നു. മനസ്സിൽ പ്രാർത്ഥിച്ചു, അപകടം ഉമ്മാക്കായിരിക്കരുതേ. യാഥാർത്ഥ്യങ്ങൾ അംഗീകരിച്ചല്ലേ പറ്റൂ. അന്നു മുതൽ ഞാൻ ഉമ്മയില്ലാത്ത കുട്ടിയായി. അന്ന് യാത്ര പറയുന്ന സമയത്ത് ഉമ്മ നിർത്താതെ കരഞ്ഞത് എന്തിനാണെന്ന് എനിക്ക് അപ്പോഴാണ് മനസ്സിലായത്. 2 കൊല്ലം കഴിഞ്ഞ് വീട്ടിൽ പുതിയൊരു ഉമ്മ വന്നെങ്കിലും തീരെ ചെറിയ കുഞ്ഞുങ്ങളായ അനിയനും പെങ്ങളും അവരെ ഉമ്മ എന്ന് വിളിക്കുന്ന അത്ര ആത്മാർത്ഥമായി എനിക്കവരെ ഉമ്മ എന്ന് വിളിക്കാൻ കഴിഞ്ഞില്ല. നന്മ നിറഞ്ഞ അവരുടെ സ്വഭാവം കൊണ്ട് ക്രമേണ അവർ എന്നെ ഉമ്മ എന്ന് ആത്മാർത്ഥമായി തന്നെ വിളിപ്പിച്ചു. കൊണ്ടോട്ടിയിൽ നിന്നും SSLC തരക്കേടില്ലാത്ത മാർക്ക് വാങ്ങി ജയിച്ചതുകൊണ്ട് തിരൂരങ്ങാടി PSMO കോളേജിൽ പ്രീ ഡിഗ്രിക്ക് ചേർന്നു. 2 വർഷം കഴിഞ്ഞ് പ്രീ ഡിഗ്രി ഫലം അറിഞ്ഞ് ഇനി ഡിഗ്രിക്ക് പോണോ വല്ല പണിയും പഠിക്കാൻ പോണോ എന്ന് ആലോചിച്ച് നിൽക്കുമ്പോൾ ദോഹയിലുള്ള എളാപ്പന്റെ വക ഒരു വിസ. പിന്നെ ഒന്നും ആലോചിച്ചില്ല, പെട്ടെന്ന് പാസ്പോർട്ട് എടുത്തു. ആ ഒരു പാസ്പോർട്ട് മാത്രം കൈമുതലാക്കി ഇങ്ങോട്ട് കയറിപ്പോന്നു. ഓർക്കുക, ഡ്രൈവിംഗ് പോലും അറിയില്ല എനിക്ക്. ആകെ അറിയാവുന്നത് വീട്ടിലുള്ള 3 പെങ്ങന്മാർ വളർന്നു വരുന്നത് 120 സ്പീഡിൽ ആണെന്ന സത്യം മാത്രം. തലവര കൊണ്ട് മാത്രം രക്ഷപ്പെട്ടവരും അതുപോലെ തന്നെ ദുരിതമനുഭവിക്കുന്നവരുമുള്ള നഗരം. എന്റെ വര തരക്കേടില്ലായിരുന്നു. ആദ്യ കമ്പനിയിൽ ചെറിയ ശമ്പളമെങ്കിലും നല്ല ജോലി. 14 വർഷത്തിനിടയിൽ പെങ്ങന്മാരെ കെട്ടിച്ചയച്ചു. അനിയന് നാട്ടിൽ ജോലിയും കിട്ടി. പുഴക്കരയിൽ ഭാഗികമായെങ്കിലും പണിതീർന്ന ഒരു വീട് വെച്ചു. ഷംലയെ കൂടെ കൂട്ടി. 2 കുഞ്ഞുങ്ങളും പിറന്നു. ഇത്രയൊക്കെയുള്ളൂ എന്നെക്കുറിച്ച്. സാധാരണക്കാരിൽ സാധാരണക്കാരൻ. വീട്ടുകാരുടെ കൂടെ കുറച്ചുകാലം ജീവിക്കണമെന്നതൊഴിച്ച് വേറെ വലിയ മോഹങ്ങൾ ഒന്നുമില്ല. ഏതാനും വർഷങ്ങൾ കഴിയുമ്പോൾ നാട് പിടിക്കാനാവണേ എന്ന ഒറ്റ പ്രാർത്ഥന മാത്രം ബാക്കി. പ്രിയപ്പെട്ടവരെ, ഇതാണ് അബ്ബാസിന്റെ ജീവിതകഥ. ഇനി നമുക്ക് അബ്ബാസിന്റെ രചനകളിലേക്ക് കടക്കാം. സാധാരണക്കാരിൽ സാധാരണക്കാരനായ ഒരു പ്രവാസിയുടെ അക്ഷരങ്ങളിലേക്ക്. വിരഹം. തലേന്നിട്ട പോസ്റ്റിന്റെ കമന്റിന് മറുപടി കൊടുത്തുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ഞാൻ അവളോട് പറയും, ഭയങ്കര ജോലി തിരക്കാടി, ഞാൻ വൈകിട്ട് വിളിക്കാം. ഇപ്പോൾ സിഗരറ്റ് വലി കുറവാണല്ലോ അല്ലേ എന്നവൾ ചോദിക്കുമ്പോൾ വലിച്ചുകൊണ്ടിരിക്കുന്ന സിഗരറ്റ് കുറ്റി ദൂരേക്ക് വലിച്ചെറിഞ്ഞ് ഞാൻ അവളോട് നുണ പറയും.
നാട്ടിൽ നിന്ന് വന്നതിൽ പിന്നെ ദിവസം 2 എണ്ണേ വരിക്കാറുള്ളൂ. ഇന്നലെയും നിന്നെ ഞാൻ സ്വപ്നത്തിൽ കണ്ടിരുന്നു എന്നവളോട് നുണ പറയുമ്പോൾ അവൾ ഒരു മനസ്സ് നിറഞ്ഞ ചിരി ചിരിക്കും. എല്ലാം കഴിഞ്ഞ് ഫോൺ വെക്കുമ്പോൾ ഞാൻ പറഞ്ഞ നുണകൾക്കെല്ലാം കൂടെ പകരമായി അവൾ ഒരു പെരുന്നുണ പറയും. അവൾക്കവിടെ സുഖമാണെന്ന്. ഒരു സാധാരണ പ്രവാസിയുടെ ഫ്രിഡ്ജ്. മുകളിലെ ചെറിയ ഡോർ തുറന്നാൽ കാണാം മഞ്ഞുമൂടിക്കിടക്കുന്ന ഒരു ചെറു മലനിര. എന്നോ അന്തരിച്ച ഒരു കോഴി, പരസ്പരം കെട്ടിപ്പിടിച്ചു കിടക്കുന്ന ചുവന്ന കണ്ണുകളുള്ള 5-6 മത്തി. താഴെയുള്ള വലിയ ഡോർ തുറക്കുമ്പോൾ വലിയ 2 പാറ്റകൾ എങ്ങോട്ടോ ഓടിമറിയുന്നത് കാണാം. അകത്തേക്ക് നോക്കിയാലോ, പുറം ഭാഗം ഒരിക്കലും കഴുകിയിട്ടില്ലാത്ത കരിപിടിച്ച ഒരു പാത്രത്തിൽ കുറച്ചു കോഴിക്കറി. തൈര് വാങ്ങിയ ചെറിയ പ്ലാസ്റ്റിക് ബക്കറ്റിൽ മഞ്ഞ നിറത്തിൽ പുളിയില്ലാത്ത കുറച്ചു മോരുകറി. എന്നും എണ്ണി മാത്രം നുള്ളിയെടുക്കുന്ന ഒരു പിടി കറിവേപ്പില. ഫുഡ് കമ്പനിയിൽ ജോലി ചെയ്യുന്ന കൂട്ടുകാരൻ തന്ന ഡേറ്റ് തീരാനായ ഒരു കുപ്പി മയോനൈസ്. ഷെയ്ഖിന്റെ വീട്ടിലെ ഡ്രൈവർ തന്ന ഒരു പാക്കറ്റ് ഈത്തപ്പഴം. നാട്ടീന്ന് കൊണ്ടുവന്ന ഒരു കുപ്പി അച്ചാർ, ഒരു കെട്ട് പപ്പടം, മൊയ്തീനിക്കാന്റെ ഗ്യാസിനുള്ള ഗുളിക, 4 മുട്ട, ഓഫറുള്ളപ്പോൾ വാങ്ങിയ ഒരു കവർ പച്ചക്കറി. റമദാൻ ആണെങ്കിൽ കുറെ പഴവർഗ്ഗങ്ങളും കാണാം. ICUവിൽ കാണുന്ന ഓക്സിജൻ കുറ്റി പോലെ പ്രവാസിയുടെ ഫ്രിഡ്ജിൽ എപ്പോഴും കാണും ജീവൻ നിലനിർത്താനായി ഒരു പാക്കറ്റ് കുബൂസ്. ഫ്രിഡ്ജിനെ ജീവിതവുമായി കൂട്ടി വായിക്കുമ്പോൾ വലിയൊരു തിരിച്ചറിവ് നമുക്ക് കിട്ടും. ചെറിയൊരു തണുപ്പ് മതി ജീവിതത്തിലെ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങൾ ദിവസങ്ങളോളം നിലനിർത്താൻ. ഇനി അബ്ബാസിന്റെ മറ്റൊരു കുറിപ്പിലേക്ക്. ഓർമ്മകൾ നിറഞ്ഞ നാട്ടിടവഴികളിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്നു ഈ കുറിപ്പിലൂടെ അബ്ബാസ്. ഞാനും ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും. വാച്ച്. 8:30 MRL-ഉം 9 മണിക്ക് അനുഗ്രഹവും 10 മണിക്ക് സിന്ദഗിയും 11 മണിക്ക് FRL-ഉം വീട്ടിന് മുന്നിലൂടെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ എന്തിന് സമയമറിയാൻ വാച്ചിൽ നോക്കണം? ടോർച്ച്. പ്രകാശം നിറഞ്ഞ ജീവിതത്തിൽ അപൂർവമായി വല്ലപ്പോഴും ഇരുട്ടാകുമ്പോൾ ആരാന്റെ തൊടിയിലെ ഓലക്കൊടിയും ആരുടെയെങ്കിലും അടുപ്പിലെ തീയും മതിയായിരുന്നു തൽക്കാലം വെളിച്ചത്തിലെത്താൻ. TV. കിൻഡൽ ഹംസക്കാന്റെ വീട്ടിന്റെ തുറന്നിട്ട ജാലകത്തിലൂടെ നോക്കിയാൽ കാണുന്ന ചതുരപ്പെട്ടി. ഇസ്തിരിപ്പെട്ടി. തേങ്ങ അരയ്ക്കാത്ത കറി ഉപ്പാക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് വീട്ടില് ചിരട്ടയ്ക്ക് ക്ഷാമമില്ലായിരുന്നു. കനലാക്കിയെടുക്കാൻ പെങ്ങളും. ക്യാമറ. കാണുന്ന കാഴ്ചകളെല്ലാം മനസ്സിൽ ഫ്രെയിം ചെയ്ത് വെക്കുന്നവന് എന്തിനൊരു ക്യാമറ? ലാപ്ടോപ്പ്. മടിച്ചു മടിച്ചു വാങ്ങി, മടിയിൽ വെച്ചു തുടങ്ങി, മടിയനായി തീർന്നു. മനസ്സിനുള്ളിൽ നാം കാത്തു സൂക്ഷിക്കുന്ന മാമ്പഴക്കാലത്തിലേക്ക് നമ്മെ മടക്കി വിളിക്കുന്ന അബ്ബാസിന്റെ ഒരു രചനയാണ് ഇനി. മാമ്പഴം. മാങ്ങ പഴങ്ങളിലെ രാജാവ്, മാങ്ങയണ്ടി പഴങ്ങളിലെ രാജക്കുരു. അയൽപ്പക്കത്തെ ശിവേട്ടന്റെ വീട്ടിലെ പട്ടിയെ എറിയാനും ആരാന്റെ പറമ്പിലെ മാവിലെ മാങ്ങയ്ക്ക് എറിയാനുമാണ് ഞാൻ എന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ കല്ലുകൾ പെറുക്കിയിട്ടുള്ളത്. ഏറ്റവും മുകളിലുള്ള മാങ്ങ തന്നെയായിരിക്കും മിക്കപ്പോഴും നമ്മുടെ ഉന്നം. എന്നാലേ ചിലപ്പോൾ താഴെയുള്ള മാങ്ങയ്ക്കെങ്കിലും കൊള്ളൂ. ഓർത്തു നോക്കൂ ആ മാമ്പഴക്കാലം. ഓർമ്മകൾ കൈവെള്ളിയിലൂടെ മാമ്പഴച്ചാറായി ഒഴുകുന്നു. തറവാട്ടിലെ മുറ്റത്തെ മാവിൽ നിന്നും ആദ്യ കണ്ണിമാങ്ങ കൊഴിഞ്ഞു വീഴുന്ന അന്നു മുതൽ അവസാനത്തെ മാങ്ങയുടെ അണ്ടി കാണുന്നതുവരെ എന്റെ താമസം ആ മാവിൻ ചുവട്ടിലായിരിക്കും. കണ്ണിമാങ്ങയുടെ ചുന മതിലിൽ ഉരച്ച് ഒരു കടിക്ക് 2 കഷണമാക്കി ഒരു കഷണം നമ്മൾ തിന്നും, ഒരു കഷണം കളിക്കൂട്ടുകാരിക്കും കൊടുക്കും. അതിനുശേഷമാണ് തമാശ. പൂർണ്ണ വളർച്ചയെത്താത്ത ആ കുഞ്ഞു മാങ്ങയണ്ടി 2 വിരലുകൊണ്ട് ബലമായി പിടിച്ച് അവളോട് ചോദിക്കും, ആനയോ കുതിരയോ? ആന എന്ന് പറഞ്ഞാൽ നമ്മൾ കൈവിരൽ ഉറക്കെ ഒന്ന് അമർത്തും. മാങ്ങയണ്ടി തെറിച്ച് കുറച്ചപ്പുറത്ത് വീഴും. കുതിരയാണേ എന്ന് പറഞ്ഞ് നമ്മൾ അവളെ കളിയാക്കും. പാവം അവൾ കുതിര എന്ന് പറയാമായിരുന്നു എന്ന് കരുതി വിഷമിച്ചിരിക്കുമ്പോഴായിരിക്കും ഒരു ഇളങ്കാറ്റ് വരുന്നതും അടുത്ത കണിമാങ്ങ വീഴുന്നതും. പെൺകുട്ടികളെ നമ്മളെ വിഷമിപ്പിക്കൂ, മാവും മുത്തശ്ശിയെ അതിന് കിട്ടില്ല, കുളിർക്കാറ്റിനെയും. മാവിന്റെ ഏതൊക്കെയോ കൊമ്പുകളിൽ മാങ്ങയ്ക്ക് വലിപ്പം വെച്ചു തുടങ്ങി. ഇനി കാറ്റ് വരുന്നതും നോക്കിയിരുന്നിട്ട് കാര്യമില്ല, നമ്മൾ ചേട്ടന്റെയോ ചേച്ചിയുടെയോ കൂടെ കൂടും.
അവര് പച്ചമാങ്ങ പറിച്ചുകൊണ്ട് വരുമ്പോഴേക്കും നമ്മൾ അടുക്കളയിൽ നിന്നും അമ്മ കാണാതെ കുറച്ച് മുളകും ഉപ്പും വെളിച്ചെണ്ണയും സംഘടിപ്പിച്ചിട്ടുണ്ടാകും. ഇനി എഴുതിയാൽ എന്റെ ലാപ്ടോപ്പ് വായിലെ വെള്ളം വീണ് നാശമാകും. ദിവസങ്ങൾക്ക് ശേഷം ഒരു ദിവസം കാലത്ത് എണീറ്റ് മാവിൻ ചുവട്ടിലേക്ക് നോക്കുമ്പോൾ കാണാം, തലേന്ന് രാത്രി വിരുന്നു വന്ന വവ്വാൽ വയറ് നിറച്ച് തിന്നതിനു ശേഷം നമുക്കായി ഒരു പകുതി മാങ്ങ, അതും പഴുത്തത്, മാവിൻ ചുവട്ടിൽ വെച്ചുപോയത്. ഉറക്കമൊക്കെ എവിടെയോ പോയി മറയും. ശരിക്കും മാമ്പഴക്കാലം തുടങ്ങുന്നത് അന്നു മുതലാണ്. ജീവിതത്തിൽ ഏറ്റവും മനോഹരമായ കാലഘട്ടങ്ങളെ നമ്മൾ സാധാരണ മാമ്പഴക്കാലം എന്ന് പറയുന്നത് അത് ശരിക്കും മധുരമേറിയൊരു കാലഘട്ടം ആയതുകൊണ്ട് തന്നെയാണ്. ഒരു 5 സെന്റ് സ്ഥലമെങ്കിലും നമുക്കുണ്ടെങ്കിൽ അതിന്റെ ഏതെങ്കിലും ഒരു കോണിൽ ഒരു മാവ് നട്ടുപിടിപ്പിച്ചാൽ നമുക്ക് അതിന്റെ മാങ്ങ തിന്നാൻ പറ്റിയിട്ടില്ലെങ്കിലും നമ്മുടെ മക്കൾക്കോ പേരക്കുട്ടികൾക്കോ അനുഭവിക്കാമല്ലോ. നമ്മുടെ വീട്ടിലെ ഏതെങ്കിലും ഒരു മാവിൽ നിന്നും പറിച്ച ഒരു മാങ്ങ തിന്നുമ്പോൾ ആ മാവ് നട്ട നമ്മുടെ ഉപ്പുപ്പാനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാത്തതുപോലെ തന്നെ നമ്മൾ നട്ട മാവിൽ നിന്നും മാങ്ങ പറിച്ച് തിന്നുമ്പോൾ നമ്മുടെ മക്കളും നമ്മെ ഓർക്കണമെന്നില്ല. പക്ഷേ ഒരു കാര്യം ഞാൻ ഉറപ്പു തരാം, അന്നാ മാവിലെ മാങ്ങ തിന്നുന്ന കിളികളും വവ്വാലും അണ്ണാറക്കണ്ണനുമൊക്കെ, അത്തരം ജീവികളൊക്കെ അന്ന് പ്രകൃതിയിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നിങ്ങളുടെ മഹത്വം വർണ്ണിച്ചുകൊണ്ടവർ ചില്ലകളിൽ നിന്നും ചില്ലകളിലേക്ക് ചാടിയും പറന്നും നടക്കും. സ്വപ്നത്തിൽ എല്ലാവരുടെയും മനസ്സിൽ പഴുത്ത ഒരു മാങ്ങ വീഴാൻ പാകത്തിൽ ഒരു തണുത്ത കാറ്റ് വീശട്ടെ. പ്രിയമുള്ളവരെ, അക്ഷരവെളിച്ചത്തിൽ ഇന്ന് നമ്മൾ ആസ്വദിച്ചത് സാധാരണക്കാരനായ ഒരു പ്രവാസിയുടെ രചനകളാണ്. ദോഹയിലെ അബ്ബാസ് സ്വയം എഴുതിയ ഫേസ്ബുക്ക് കുറിപ്പുകൾ. അബ്ബാസിന്റെ രചനകളുടെ മാമ്പഴക്കാലത്തിനായി നമുക്ക് കാത്തിരിക്കാം. അബ്ബാസിന് എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് അക്ഷരവെളിച്ചത്തിന്റെ ഇന്നത്തെ അധ്യായം അടയ്ക്കുകയാണ്. ഇനി അടുത്ത വെള്ളിയാഴ്ച ഇതേ സമയം. അതുവരെ വിടവാങ്ങുന്നു. സ്നേഹപൂർവ്വം ഷീല ടോമി.